ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്വിസ് റെയിൽവേ സ്റ്റേഷനിൽ ലഗേജ് എങ്ങനെ സൂക്ഷിക്കാമെന്നാണ്. ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുക. നമ്മൾ ആളില്ലാത്ത ലോക്കേഴ്സിൽ ഞങ്ങൾ ലഗേജ് സൂക്ഷിച്ചതിൻ്റെ വീഡിയോ ഇതിനോടുകൂടി കാണിക്കുന്നുണ്ട്. നമ്മൾ സ്വിറ്റ്സർലൻഡിലൊക്കെ ചെല്ലുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ പട്ടണത്തിലോ അല്ലെങ്കിൽ ഒരു കാഴ്ച കാണാൻ പോകുന്ന സ്ഥലത്ത് നമുക്ക് താമസിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതിന് മുമ്പ് താമസിച്ചെടുത്തുനിന്ന് ലഗേജുമായിട്ട് വന്നു. റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഈ ലോക്കറിൽ വെച്ചിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ മുഴുവൻ നടന്ന് കണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ അടുത്ത പോകേണ്ട സ്ഥലത്തേക്ക് ഈ ലോക്കറിൽ നിന്ന് തിരിച്ച് നമ്മുടെ ലഗേജും എടുത്ത് നമുക്ക് പോകാൻ പറ്റും. സ്വിറ്റ്സർലൻഡ് അതിൻ്റെ കാര്യക്ഷമവും സഞ്ചാര സൗഹൃദവുമായ ഇൻഫ്രാസ്ട്രക്ചറിന് പേര് കേട്ടതാണ്. അതിൻ്റെ റെയിൽവേ സ്റ്റേഷനുകളും ഒരു അപവാദമല്ല. അതിനാൽ മനോഹരമായ സ്വിസ് നഗരങ്ങൾ പര്യവേഷണം ചെയ്യുമ്പോൾ നമ്മുടെ ബാഗുകൾ എങ്ങനെ സുരക്ഷിതമായി സൂക്ഷിക്കാം എന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സ്വിസ് റെയിൽവേ സ്റ്റേഷനുകൾ ലഗേജ് സ്റ്റോറേജ് സേവനങ്ങളാൽ സജ്ജീകരിച്ചിരിക്കുന്നു. അത് ഹ്രസ്വകാലവും ദീർഘകാലവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ലഗേജ് സ്റ്റോറേജ് ലോക്കറുകൾ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ സ്ഥിതി ചെയ്യുന്ന സ്വയം സേവന ലോക്കറുകളാണിവ. വ്യത്യസ്ത തരം ലഗേജുകൾ ഉൾക്കൊള്ളാൻ അവ വിവിധ വലിപ്പങ്ങളിൽ കാണുന്നു. അടുത്തത് ലഗേജ് SBB ട്രാവൽ സെൻറ്ററിൽ സൂക്ഷിക്കുക. ലോക്കറിന് അനുയോജ്യമല്ലാത്ത വലിയതോ വിലപിടിപ്പുള്ളതോ ആയ ലഗേജാണോ എങ്കിൽ നിങ്ങൾക്ക് ഈ വലിയ ഇനങ്ങൾ കൂടുതൽ വ്യക്തിപരമാക്കിയ സേവനത്തിനോ വേണ്ടി സ്റ്റാഫിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ ബാഗുകൾ ഈ SBB ട്രാവൽ സെൻറ്ററിൽ സൂക്ഷിക്കാൻ പറ്റും. ലോക്കറുകൾ പ്രധാനമായി ലോക്കറുകൾ 3 തരമാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളുടെ ലഗേജ് സൂക്ഷിക്കാൻ നമ്മൾ ഈ ലോക്കറുകൾ ഉപയോഗിക്കുക. നമ്മുടെ യാത്ര തുടരുന്നതിന് മുമ്പ് നമ്മളൊരു ചെറിയ സമയത്തേക്ക് ഒരു നഗരത്തിലാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് നമുക്ക് വളരെ സൗകര്യപ്രദമാണ്. ലോക്കറുകളുടെ ദൈർഘ്യമേറിയ തുറന്ന സമയം അർത്ഥമാക്കുന്നത് കാത്തിരിക്കാതെ തന്നെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലഗേജ് സംഭരണമാണ്. ഈ 3 തരത്തിലുള്ള ലോക്കറുകൾ ഏതൊക്കെ സ്റ്റേഷനുകളിൽ ഏതൊക്കെ തരം ലഭ്യമാണെന്നുള്ളത് നമുക്ക് അവരുടെ ഒരു SBBയുടെ ഒരു സൈറ്റുണ്ട്. ആ സൈറ്റിൽ നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മൾ ഈ വീഡിയോയോട് കൂടി ആ SBBയുടെ ആ സൈറ്റിൻ്റെ ഡീറ്റെയിൽസോട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആരെങ്കിലും സ്വിസിൽ യാത്ര പോകേണ്ടവർക്ക് നമുക്ക് ആ ഒരു സൈറ്റ് എടുത്തിട്ട് നമ്മൾ പോകുന്ന ഏതൊക്കെ സ്റ്റേഷനുകളിൽ ഏതൊക്കെ ടൈപ്പാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ നീല നമ്മൾ അതിൻ്റെ വിവിധ തരത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് അൺമാൻഡ് ആയിട്ടുള്ള നമുക്ക് ഇത് വെച്ചിട്ട് നേരെ കോയിൻ ഇട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരെണ്ണം ഞങ്ങൾ വെച്ചിട്ട് പോയ ഒരെണ്ണം ഇതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇതിനോടുകൂടി കാണിക്കുന്നുണ്ട്. ബാക്കി 3 ടൈപ്പിൻ്റെയും നമ്മൾ ഡീറ്റെയിൽസാണ് പറയുന്നത്. പൊതുവെ നമുക്ക് അവിടുത്തെ ലോക്കറുകൾ 3 ടൈപ്പാണ്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പുതിയ ലോക്കറുകൾ ചുവപ്പ് അല്ലെങ്കിൽ ചാര നിറത്തിലുള്ളത്. ഇതിൻ്റെ പേയ്മെൻറ്റ് രീതികൾ എന്ന് പറയുന്നത് സ്വിസ് നാണയം ഉപയോഗിക്കാം, വിവിധയിനം ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കാം, SBB ഗിഫ്റ്റ് കാർഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ സാധാരണ വാടക കാലയളവ് എന്ന് പറയുന്നത് 6 മണിക്കൂറാണ്. അപ്പോൾ 6 മണിക്കൂറിന് മിനിമം കാശ് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് പരമാവധി എൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 96 മണിക്കൂറാണ്. 6 മണിക്കൂർ മുതൽ ശേഖരണത്തിന് അധിക പേയ്മെൻറ്റ് ആവശ്യമാണ്. പണം അടയ്ക്കുന്നവരെ ലോക്കർ അടച്ചിട്ടിരിക്കും. 96 മണിക്കൂറിൽ കൂടുതൽ വന്നാൽ SBB ലോക്കറുകൾ ശൂന്യമാക്കും. നിങ്ങൾക്ക് ലോക്കറിൽ നേരിട്ട് അധിക പേയ്മെൻറ്റ് നടത്തുകയും SBB ട്രാവൽ സെൻറ്ററിൽ നിന്ന് ഈ സാധനങ്ങൾ ശേഖരിക്കുകയും ചെയ്യാം. നമ്മുടെ ലഗേജുകൾ സ്റ്റേഷനിൽ ആഴ്ചകളോ മാസങ്ങളോ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് SBB ട്രാവൽ സെൻറ്ററിലെ സ്റ്റാഫ് ലഗേജ് സംഭരണ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. ഈ പർട്ടിക്കുലർ നമ്മൾ പറഞ്ഞ ഈ ചുവപ്പ് അല്ലെങ്കിൽ ചാര നിറമുള്ള ഈ ലഗേജ് സെൻറ്ററുകളിലുള്ള സ്റ്റേഷനുകൾ ബാസൽ SBB, ബെലിൻസോണ, ബേൺ, ബ്രിഗ്, ചൂർ, ഫ്രീബർഗ്, ജനീവ എയർപോർട്ട്, ലുഗാനോ, ലൂസേൻ, മോൺട്രിയക്സ്, സെൻഗാലൻ, തുൻ, വിൻഡർതുർ, സൂഗ്, സൂറിച്ച് എയർപോർട്ട്, സൂറിച്ച് SB തുടങ്ങിയവയാണ്. പുതിയ ലോക്കർ ചുവപ്പ് ചാരനിറം ഇതെങ്ങനെയാണ് ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ ഈ ഒരു ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ലഗേജ് ശൂന്യമായ ലോക്കറിൽ വയ്ക്കുക. അപ്പോൾ അത് എൻ്റെ വാതിലടയ്ക്കുമ്പോൾ നമുക്ക് ക്ലിക്ക് എന്നുള്ളൊരു സൗണ്ട് കേൾക്കും. ആ സൗണ്ട് കേൾക്കുന്നവരെ നമ്മൾ വാതിൽ പ്രസ് ചെയ്ത് അടയ്ക്കുക. നമ്മളവിടെ സ്ക്രീൻ കാണിച്ചിരിക്കുന്ന തുക അടയ്ക്കുക. QR കോഡുള്ള രസീത് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആ രസീത് എടുത്തിട്ട്
നമ്മൾ പോവുക. നമ്മുടെ പിന്നെ തിരിച്ചു വന്ന് എടുക്കാൻ നേരത്ത് ഈ QR കോഡ് നമ്മൾ അവിടുത്തെ ആ സ്കാനറിൽ കാണിക്കുക. അപ്പോൾ അന്നേരപ്പോഴത്തേന് നമ്മുടെ ഈ ഡോർ തുറന്നു വരും. അപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് സാധനം എടുത്ത് പോവുക. അതാണ് ആദ്യത്തെ ടൈപ്പ് ലോക്കർ. രണ്ടാമത്തെ ടൈപ്പ് ലോക്കറാണ് നീല ലോക്കറുകൾ, അനലോഗ്. ഇതിൻ്റെയാണ് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പടമെടുക്കൽ രീതി എന്ന് പറയുന്നത് സ്വിസ് നാണയങ്ങളാണ്. സ്വിസ് ഫ്രാങ്കിൻ്റെ കോയിൻസ് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. സാധാരണ വാടക കാലയളവ് എന്നുള്ള 24 മണിക്കൂറാണ്. പരമാവധി വാടക കാലയളവ് 72 മണിക്കൂർ. 24 മണിക്കൂർ മുതൽ ശേഖരണത്തിന് അധിക പേയ്മെൻറ്റ് ആവശ്യമാണ്. പണം അടയ്ക്കുന്നത് വരെ ലോക്കർ അടച്ചിട്ടിരിക്കും. ഇത് തന്നെ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ലോക്കറിൽ തന്നെ വിവിധ വലിപ്പത്തിലുള്ള ലോക്കറുകൾ ലഭ്യമാണ്. നമ്മൾ വെച്ചത് ഞങ്ങൾ 4 ഹാൻഡ് ബാഗുകളാണ്. ഹാൻഡ് ബാഗുകൾ 4 വെച്ചു. പിന്നെ അതിനകത്ത് സ്ഥലമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡെപ്ത് കൂടുതലുണ്ട്. ഞങ്ങളിങ്ങനെ നേരെ വെച്ചിട്ടാണ് 4 വെച്ചത്. അതേസമയം വലിയ ബാഗാണെങ്കിൽ നമുക്ക് പെടത്തി വയ്ക്കാം. അപ്പോൾ അങ്ങനെ നമുക്കത് നോക്കിയിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെറുത് മതി, ചെറുത് 3, 4 വലിപ്പത്തിലുള്ള പിന്നെ ലോക്കറുകൾ നമ്മളവിടെ കണ്ടു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പണം അടയ്ക്കുന്നത് പിന്നെ മാനുവലായിട്ടാണ്. നമ്മൾ കോയിനാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ അത് തുറന്ന് സാധനങ്ങളൊക്കെ വെച്ചിട്ട് അടയ്ക്കുക. അടച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അതിനകത്ത് എത്രയാണ് കോയിൻ ഇടേണ്ടതെന്ന് കാണിച്ചിരിക്കും. നമ്മൾ കോയിൻ ഇടുന്നതനുസരിച്ച് പിന്നെ എമൗണ്ട് കുറഞ്ഞു വരും. നമ്മൾ പറഞ്ഞ കോയിൻ ഇട്ട് കഴിയുമ്പോഴത്തേനും അതൊരു ജസ്റ്റ് ഒരു മിനിറ്റ് എടുക്കും. അതായത് സെൻസ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും നമ്മൾ ലോക്ക് ചെയ്ത് കീ എടുത്തുകൊണ്ട് പോവുക. തിരിച്ച് നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ വരുമ്പോഴത്തേനും നമ്മൾ കീ ഇട്ട് അത് തുറന്ന് സാധനം എടുക്കുക. അത്രേ ഉള്ളൂ അതിനകത്തെ കാര്യം എന്ന് പറയുന്നത്. ഇത് നമ്മൾ എവിടെയൊക്കെ ഉള്ളതെന്ന് ചോദിച്ചാൽ അഫോൾട്ടൺ, ഐഗിൾ, ബാർ, ബേഡൻ, ബ്രൂണൻ, ബുലാച്ച്, ചിയാസോ, അങ്ങനെ കുറേ സ്ഥലങ്ങളിലുണ്ട് ഇത്. അടുത്തത് നീല ലോക്കറുകൾ. അത് ഡിജിറ്റലാണ്. അതിൻ്റെ പേയ്മെൻറ്റ് മാർഗം എന്ന് പറയുന്നത് വിസ, മാസ്റ്റർ കാർഡ്, അമേരിക്കൻ എക്സ്പ്രസ്, പോസ്റ്റ് ഫിനാൻസ് കാർഡ് എന്നിവയുള്ള നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയാണ് നമ്മളതിൻ്റെ അടയ്ക്കേണ്ടത്. സാധാരണ വാടക കാലയളവ് എന്ന് പറയുന്നത് 6 മണിക്കൂറാണ്. പരമാവധി വാടക കാലയളവ് 96 മണിക്കൂർ. 6 മണിക്കൂർ മുതൽ ഒരു ഫീസായി 6 മണിക്കൂർ മുതൽ നമ്മൾ അതിന് ശേഷം സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ അധിക പേയ്മെൻ്റ് ആവശ്യമാണ്. പണം അടയ്ക്കുന്നവരെ ലോക്കർ അടച്ചിട്ടിരിക്കും. 96 മണിക്കൂറിൽ കൂടുതലാണെങ്കിൽ SBB നമ്മുടെ ലോക്കറുകൾ ശൂന്യമാക്കും. 30 ദിവസത്തേക്ക് ജീവനക്കാരുള്ള SBB ട്രാവൽ സെൻ്ററിലാണ് ലഗേജുകൾ 30 ദിവസത്തേക്ക് ജീവനക്കാരുള്ള SBB ട്രാവൽ സെൻ്ററിലാണ് ഈ ലഗേജുകൾ സൂക്ഷിക്കുന്നത്. SBB ട്രാവൽ സെൻ്ററിലും സെൻട്രൽ ലോസ്റ്റ് പ്രോപ്പർട്ടി ഓഫീസിലും ലഗേജ് സംഭരണത്തിന് ഫീസ് ഈടാക്കും. പ്രത്യേകിച്ച് ഇതുള്ളത് നമ്മൾ കൂടുതലും ആർത്ത് ഗോൾഡ്, ബ്രഗ്, പിന്നെ ബർഗ് ഗോൾഫ്, ഡോലിമോണ്ട്, അങ്ങനെ പല ലൊക്കാർണോ, ഇങ്ങനെ കുറേ സ്റ്റേഷനിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലഗേജുകളോ ചരക്കുകളോ സ്റ്റേഷനിൽ ആഴ്ചകളോ മാസങ്ങളോ സൂക്ഷിക്കണമെങ്കിലോ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ SBB ട്രാവൽ സെൻ്ററിലെ സ്റ്റാഫ് ലഗേജ് സംഭരണ സൗകര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ലഗേജ് SBB ട്രാവൽ സെൻ്ററിൽ എന്നാ വെച്ചാൽ നമ്മുടെ ഈ ലോക്കറിൽ വെക്കാൻ പറ്റാത്ത ടൈപ്പിലുള്ള ആണെങ്കിൽ നമ്മൾ ഈ SBB ട്രാവൽ സെൻ്ററിൽ നിക്ഷേപിക്കുക. അപ്പോൾ ഇതിന് SBB ട്രാവൽ സെൻ്ററിലെ സ്റ്റാഫ് ലഗേജ് സ്റ്റോറേജ് ഉപയോഗിച്ച് ആഴ്ചകളോ മാസങ്ങളോ നമ്മുടെ സാധനങ്ങളിൽ ലഗേജ് സൂക്ഷിക്കുക. അതിനകത്ത് ഒരു മാസത്തിന് നമുക്ക് 120 സ്വിസ് ഫ്രാങ്കും ഒരു വർഷത്തേന് 1080 സ്വിസ് ഫ്രാങ്കുമാണ് നമുക്ക് അവിടെ ചിലവ് വരുന്നത്. നമ്മുടെ ഈ ലെഫ്റ്റിൽ ഈ പിന്നെ സ്റ്റോറേജ് SBB സ്റ്റാഫ് ലഗേജ് സ്റ്റോറേജ് സെൻ്ററുകൾ സാധാരണ ഈ പ്രധാന റെയിൽവേ സ്റ്റേഷനിലും ചിലപ്പോൾ എയർപോർട്ട് ടെർമിനലിലും കാണപ്പെടുന്നു. ഈ ഓഫീസുകൾ സ്വയം സേവന ലോക്കറുകളെ അപേക്ഷിച്ച് കൂടുതൽ വ്യക്തിഗത ടച്ച് വാഗ്ദാനം ചെയ്യുന്നു. സേവനങ്ങൾ വലിയ ഇനങ്ങളിലുള്ള സംഭരണം, സ്റ്റാൻഡേർഡ് ലോക്കറുകളിൽ ചേരാത്ത വലിയ ഇനങ്ങൾക്ക് അനുയോജ്യമാണ്. വാലറ്റ് സേവനം, നിങ്ങളുടെ ലഗേജ് സൂക്ഷിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനും ജീവനക്കാർക്ക് നിങ്ങളെ സഹായിക്കാനാകും. അധിക സേവനങ്ങൾ, ചില ഓഫീസുകൾ ലഗേജ് പൊതിയുകയോ നന്നാക്കുകയോ പോലുള്ള സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വില നിർണ്ണയം, ഇതിൻ്റെ വലിപ്പവും സംഭരണത്തിൻ്റെ ദൈർഘ്യവും അടിസ്ഥാനമാക്കി ചെലവ് വ്യത്യാസപ്പെടാം. സാധാരണഗതിയിൽ വിലകൾ ലോക്കർ ഫീസിനേക്കാൾ അല്പം കൂടുതലാണ്, എന്നാൽ അധിക സൗകര്യവും സേവനവും നൽകുന്നു. നമ്മുടെ ഇതിൻ്റെ സെക്യൂരിറ്റി, ലെഫ്റ്റ് ലഗേജ് ഓഫീസിൽ ഉയർന്ന തലത്തിലുള്ള സുരക്ഷ നൽകുകയോ അതിനുള്ള ജീവനക്കാരെ നിയോഗിക്കുകയോ ചെയ്യുന്നു. അതിനാൽ നമ്മുടെ സാധനങ്ങൾ സുരക്ഷിതമായ കൈകളിലാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. നമ്മൾ ഈ ലഗേജ് സ്റ്റോറേജ് സേവനങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ചെറിയ നുറുങ്ങുകൾ പ്രധാനപ്പെട്ട ഒന്ന് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക.
ടൂറിസ്റ്റ് സീസൺ അല്ലെങ്കിൽ പ്രധാന ഇവൻറ്റുകൾ പോലുള്ള തിരക്കേറിയ സമയങ്ങളിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ലോക്കറുകളുടെയോ ഈ ലഗേജ് സ്റ്റോറേജ് ഓഫീസുകളുടെയോ ലഭ്യത മുൻകൂറായി പരിശോധിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ നമ്മുടെ ലഗേജ് ലേബിൾ ചെയ്യുക. അപ്പോൾ അതാകുമ്പോൾ അത് അധിക സുരക്ഷയ്ക്കായി നമ്മളെ ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ ഈ ലേബലിൽ ഉപയോഗിക്കുക. നമ്മൾ ടാഗ് ഇട്ടാൽ മതി. മൂല്യവത്തായ വസ്തുക്കൾ നമ്മുടെ പക്കൽ തന്നെ സൂക്ഷിക്കുക. പാസ്പോർട്ടുകൾ, പണം, ഇലക്ട്രോണിക്സ് പോലെയുള്ള അവശ്യ സാധനങ്ങൾ എപ്പോഴും നമ്മൾ കയ്യിൽ തന്നെ സൂക്ഷിക്കുക. സ്റ്റേഷൻ സൗകര്യങ്ങൾ പരിശോധിക്കുക. എല്ലാ സ്റ്റേഷനിലും ഒരേ നിലവാരത്തിലുള്ള സൗകര്യം ഉണ്ടായിരിക്കണമെന്നില്ല. അത് ആ സ്റ്റേഷൻ്റെ നിലവാരം അനുസരിച്ച് വ്യത്യാസപ്പെട്ടൊന്നിരിക്കും. എല്ലായിടത്തും ഒരുപോലെയുള്ള സൗകര്യം കിട്ടണമെന്നില്ല. നമ്മൾ സ്വിറ്റ്സർലൻഡിലെ റെയിൽവേ സ്റ്റേഷനുകൾ പൊതുവെ സൗകര്യപ്രദവും സുരക്ഷിതവുമായ ലഗേജ് സംഭരണ ഓപ്ഷനുകൾ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. അത് നമ്മുടെ യാത്രകൾ വളരെ ആസ്വാദികരവും ആനന്ദകരവുമാക്കാൻ നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ബെന്നീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനെ ഒന്നുകൂടെ ഒരു പോപ്പുലറൈസ് ആക്കാൻ സഹായിക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.